പോയാൽ പോയ ആള് പോയി, കൂടെ വന്നയാൾ തിരിച്ചു കിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടും. ഈ ഒരു വെള്ളച്ചാട്ടത്തില് ആരെങ്കിലും വീണാല് തിരയൂല എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊരു കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുള് പോലെ പൊത്താം. അതുകൊണ്ടാണ് ഉരക്കുഴി വിളിച്ചതിന് പേര് വരാൻ കാരണം. ഇത് ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മൂളിക്കൂടിയിൽ അധികം വെള്ളം വീഴുന്ന പാട പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഇത് പല പല ഭാഗത്താണ് പോകുന്നത്. നേരിട്ട് പോവല്ല. ഉദാഹരണം മാത്രമുണ്ട്. അടുത്തുനിന്ന് വലത്തോട്ട് പതവരുന്നുണ്ടോ, ഇത് പല പല പൊത്തിന്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുന്നത്, നേരിട്ട് പോവല്ല. അതുകൊണ്ടാണ് ഒരാൾ പോയാൽ പോയ ആള് പോയി, കൂടെ വന്നയാൾ തിരിച്ചു കിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടും. പാലം പുതുക്കി പണിയാനുള്ള പരിപാടിയില്ല, പാലം പൊളിച്ചു പണിയാനുള്ള പരിപാടിയിലാണ് ഇനി. 2 വർഷത്തിനുള്ളിൽ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രളയത്തിൽ പോയതാ. 2018 പ്രളയം ഉണ്ടല്ലോ, പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നുവിട്ടു. കാട്ടിലെ മഴവെള്ളം പാലം മൂടി എന്ന് പറഞ്ഞാൽ 3 ദിവസം. പിന്നെയാണ് കമ്പിവേലി ഇട്ടത്. ആദ്യം കമ്പിവേലി ഒന്നും ഇല്ല. വേറെന്താ? എന്റെ പേര് സലോമി കക്കയാണ്.